ഭൂരിപക്ഷത്തിന്റെ വലുപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഉസ്താദന്മാര് മഗ്രിബിനൊക്കെ ഓതുന്ന ഒരു സൂറത്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസുഫിൻ മഅകൂൽ. എന്താണ് ഈ സൂറത്തിനകത്ത് അല്ല പറയുന്നത്? എടാ അബ്രഹത്തെന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായി ആ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വരികയാ. അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയും കൊണ്ട് അബ്രഹത്ത് കടന്നു വരുമ്പോ അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞതെങ്ങനാ? മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനയുമായി കഅബാലയത്തെ തകർക്കാമെന്നോ. എങ്കിൽ അല്ലാഹു അവനെ തകർത്തത് എന്തുകൊണ്ടെന്നറിയോ? മോനെ, കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ട് അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞില്ലേ? അവന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? പശുവ് പുല്ല് തിന്നിട്ട് വയറ് നിറച്ചു കഴിയുമ്പോ ആ ബാക്കി വന്ന പുല്ല് ചവച്ചിട്ട് അതാ ചവിട്ടിത്തേക്കുന്നത് പോലെ അബ്രഹത്തിന്റെയും ആനപ്പടയും അല്ലാഹു തകർത്ത് കളഞ്ഞെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ